എന്തിനിട്ട് കിള്ളി പൊളിക്കണം, ഇന്ന് വായിക്കി. ഇത് മന്മതേട്ടൻ വരുത്തണ പത്രമല്ലേ, വരുമ്പോ തന്നെ രാവിലെ വായിച്ചൂടെ? ഒന്നും പറയണ്ട എന്റെ മോനെ. 50 വയസ്സ് വരെ ഗ്യാസ് മുട്ടായി മേടിച്ചിട്ട് കുറെ എണ്ണം ഇവിടെ വന്നിരിക്കും ഈ പത്രം വായിക്കാൻ. അവരെല്ലാം വായിച്ചു കഴിയുമ്പോൾ വൈകുന്നേരമാവും. ചിലപ്പോൾ എനിക്ക് അടുത്ത ദിവസം കിട്ടാറുള്ളത് വായിക്കാൻ. എന്താ കൂട്ടാ? അത് വെക്കണം. പിന്നെ വെക്കണ്ടേ? A+ കിട്ടിയ മുഴുവൻ ആളുകളുടെയും ഫ്ലെക്സ് വെക്കണം. നീ അതാ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു വെച്ചാൽ മതി. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും ഫോട്ടോവും നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയക്കാൻ പറഞ്ഞാൽ മതി. അതിരുന്നോട്ടെ കുഴപ്പമില്ല. നമ്മുടെ കുടുംബങ്ങളുടെ മക്കളുടെ ഇരുന്നോട്ടെ. ആരും ഒഴിവാക്കണ്ട കേട്ടാ. ശരി. നാണം ഉണ്ടാടാ പ്യാരി, നാണം. എന്തിനു കാണിക്കണം? ഫ്ലെക്സ് വെക്കാൻ നടക്കണം. അത് പിന്നെ മുഴുവൻ വിഷയങ്ങൾക്ക് A+ കിട്ടിയ പിള്ളേരെ ഫ്ലെക്സ് വെച്ചാൽ അവർക്കൊരു പ്രോത്സാഹനമല്ലേ അത്? ഇപ്പൊ ആർക്കാ A+ ഇല്ലാത്ത? ആരാ ഇപ്പൊ 10ാം ക്ലാസ് പാസ്സാവാത്ത? നിങ്ങളൊരു കാര്യം ചെയ്യും, തോറ്റ ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരെ ഫ്ലെക്സ് വെക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ആരും തോറ്റിട്ട് എല്ലാരും ജയിപ്പിച്ചു വിടുകയല്ലേ സർക്കാർ. ഈ SSLC പാസ്സാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാലഘട്ടത്തിൽ. അന്ന് ഒരാൾ SSLC പാസ്സായി എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറി ബമ്പർ അടിച്ച പ്രതീതിയാണ്. അത് മന്മേട്ടൻ പറഞ്ഞാൽ ശരിയാണ്. പണ്ട് പാസ്സായ റാങ്ക്, ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഗമ തന്നെയാണ് അത്. എടാ നിനക്കറിയാമോ, നമ്മുടെയൊക്കെ സമയത്ത് സർക്കാർ എന്തോരം ഗൂഢാലോചന നടത്തിയെന്നറിയാമോ തോപ്പിക്കാനായിട്ട്? അല്ല, ഇപ്പൊ ഈ സർക്കാർ ഗൂഢാലോചന നടത്തിയോണ്ടാണ് മന്മതേട്ടൻ 10ാം ക്ലാസ് തോറ്റത്. എന്റെ പ്രശ്നം അതല്ലല്ലോ. പ്രാരാബ്ദം, എന്തൊരു കുടുംബത്തിലെ പ്രാരാബ്ദവും പ്രശ്നങ്ങളൊക്കെ എങ്ങനെ കിടക്കുമ്പോ. എന്ത് പ്രാരാബ്ദം? മന്മേട്ടന്റെ കുടുംബത്തിൽ പ്രാരാബ്ദം ഉണ്ടായില്ല. അച്ഛന് ജോലിയൊക്കെ ഉണ്ടായി, നല്ല സൗകര്യം, നല്ല അമ്മ. നിനക്ക് വല്ല അറിയാമോ? നീ എന്തറിഞ്ഞിട്ടാണ്? ഞാൻ പഠിക്കാനായിട്ട് പുസ്തകം എടുത്തു വെച്ചപ്പോ അമ്മ ഒന്ന് പുസ്തകം എല്ലാം കത്തിച്ചു കളഞ്ഞു. അത് പിന്നെ അമ്മനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരായാലും മക്കൾ 25 വയസ്സായിട്ട് SLC എഴുതി പാസ്സാകാൻ നടന്ന പുസ്തകം കത്തിക്കൂലേ? അമ്മയോണ്ട് ബുക്കേ കത്തിച്ചോളൂ. എന്റെ അമ്മയാണെങ്കിൽ നമ്മളെ തന്നെ കത്തിച്ചു പറഞ്ഞാൽ. അതൊന്നുമല്ല. നിനക്ക് എന്തെങ്കിലും അറിയാമോ? ചുമ്മാ ഇതും പറയല്ലേ. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പോഴും. അതിനെന്താ, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴും സംവിധാനം ഉണ്ടല്ലോ, തുടർ വിദ്യാഭ്യാസ പദ്ധതി. ഇപ്പൊ SLC എഴുതി കൂടെ? എടാ, ടച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലോട്ട് കൈവച്ചിട്ട് കാര്യമില്ല. അമ്മ പുസ്തകം കത്തിച്ചോടുകൂടി മനസ്സും എടുത്തു. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ സംഘടന വെക്കുന്ന ഫ്ലെക്സിൽ ഒരെണ്ണം മന്മേട്ടൻ സ്പോൺസർ ചെയ്യണം. അയ്യോ, ആ പരിപാടിക്ക് ഞാനില്ല. ഇത് എന്തുവാടേ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ പെങ്ങടെ മോൻ ഇപ്പൊ 6 A+ഉം 4 Aയും. ഇടയ്ക്ക് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ ഞാനൊരു അപേക്ഷ പൂരിപ്പിക്കാനായിട്ട് ഒന്ന് പൂരിപ്പിക്കുന്ന പറഞ്ഞിട്ട് അവനെ എഴുതാൻ കൊടുത്തു. എന്റെ പേര് മന്മഥൻ. നമ്മ എഴുതി എന്താണെന്നറിയാമോ? മന്ദൻ. അത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാവനെ ശരിക്കറിയാവുന്നോണ്ടായിരിക്കും എഴുതിയത്. അതൊന്നുമല്ല, ഇവനൊന്നും കണ്ടെഴുതിയതായിരിക്കും. ഇനി എങ്ങനെ കണ്ടെഴുതിയാലും അക്ഷരങ്ങൾ തിരിച്ചറിയണ്ടേ? പിന്നെ എന്ത് പഠിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ ഇങ്ങനെയുള്ളവരുടെ ഫ്ലെക്സ് ആണ് നിങ്ങൾ വെക്കാൻ പോണത്.